ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഒരുപക്ഷെ താങ്കൾ അഭിനയ ലോകത്തേക്ക് പോകുന്നതിനെ എതിർത്ത താങ്കളുടെ കർക്കശക്കാരനായ പിതാവ് എന്തു പറഞ്ഞു? ഹി വാസ് വെരി ഹാപ്പി. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് മദ്രാസിലാണ്. ആദ്യം ഞാൻ പോകുമ്പോൾ തൊട്ട് അച്ഛന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്നോട്ടും മുടയാണ്. അതെ, തിരുവനന്തപുരക്കാരുടെ ഭാഷ പറഞ്ഞു. അതെ അതെ. അല്ല, മുടയില്ല, ഭയമായിരുന്നു. കാരണം ഞാൻ ഒരുത്തനാണ്. ഇവനൊരുമാതിരി ഗതികെട്ടവനായി പോകുമെന്നുള്ള ഭയമാണ്, അല്ല വേറെ ഒന്നുമില്ല. ഈ അഭിനയത്തിൻ്റെ അടുത്തുള്ള ഇതല്ല, മനസ്സിലായില്ലേ? കുറേ കഴിയാൻ നേരത്ത് ഈ ചിലവിനുള്ള കാശ് പോലും ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാതെ ജീവിതം പാഴായി പോകുന്നുള്ള ഭയമായിരുന്നു. അപ്പോൾ ഈ ഭാർഗവീന്നില്ല ഞാൻ കണ്ടു കഴിഞ്ഞ ശേഷം അന്ന് മദ്രാസിലാണ്. അവസാനം അച്ഛൻ എനിക്കൊരു എഴുത്തെഴുതി. ഇവിടെ വന്നപ്പോഴൊന്നും പറഞ്ഞില്ല. യു മെയ്ഡ് യുവർ ഓൺ ത്രോൺ ആൻഡ് സാറ്റ് ഓൺ ഇറ്റ്. ഐ എം വെരി ഹാപ്പി. ദാറ്റ്സ് ഇറ്റ്. ഒരച്ഛൻ ഒരു മകന്, അതും പ്രത്യേകിച്ച് ആദ്യകാലത്ത് താങ്കളുടെ അഭിനയ സിദ്ധിയെ നിരുത്സാഹപ്പെടുത്തിയ ഒരച്ഛൻ ഇങ്ങനെ ഒരു കുറിപ്പ് താങ്കൾക്ക് എഴുതിയെന്ന് പറഞ്ഞാൽ, മധുസാറിന് പിന്നീട് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഞാൻ വലിയ അവാർഡാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് അവസാനം ഈ ഉമാ സ്റ്റുഡിയോ കിട്ടുന്ന കാലത്തെല്ലാം അദ്ദേഹമാണ് കിട്ടി. ഞാൻ ബിസിയായിട്ട് ഓടി കിടക്കുക. ബാക്കി രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് കാലത്തെണിച്ച്, അന്ന് അവിടെ പാലമില്ല, അന്ന് നല്ല റോഡുമില്ല. ഈ ആറ്റിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് കടത്ത് കിടന്ന് ഒരു 3 കിലോമീറ്റർ നടന്ന് അവിടെ ചെന്ന് സൂപ്പർവൈസ് ചെയ്ത് കെട്ടിയതാണ്. ഒരു അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രണാമമാണ്. അച്ഛനിൽ നിന്ന് പരിപൂർണ സംതൃപ്തി മകൾക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വലിയ സന്തോഷമായിട്ട് അച്ഛനടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ പിന്നെ വല്ല മണ്ടന്മാരല്ലേ ഉള്ളൂ. എപ്പോൾ എനിക്ക് അച്ഛനെ വേണം തോന്നിയാലും അച്ഛൻ്റെ പ്രസൻസും സഹായവും അനുഗ്രഹവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാണ് മധുസാറും അച്ഛനും തമ്മിൽ ഒരുപക്ഷെ അച്ഛൻ മകൻ എന്നുള്ള ചെറിയൊരു വിടവുണ്ടല്ലോ എപ്പോഴും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വിടവെന്ന് പറഞ്ഞാൽ അല്ലാതെ ആ തലമുറ എല്ലാവർക്കും ആ കാലഘട്ടത്തിൽ അല്ലാതുള്ള വിടവൊന്നും ഉണ്ടായിരുന്നില്ല. പുറമേക്ക് സ്നേഹം ഒരിക്കലും കാണിക്കില്ല. ഉള്ളിൽ നിറച്ച് സ്നേഹമാണ്, പുറമേ കാണിക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മകൻ്റെ ദോഷം മാത്രമേ പറയാൻ പറയുള്ളൂ. അതല്ലേ ആ തലമുറ സാറേ? അത് ബനാറസിൽ ഞാൻ പഠിക്കുമ്പോൾ, എം എക്ക് പഠിക്കുമ്പോൾ, അവിടെ മലയാളി അസോസിയേഷൻ്റെ ഈ നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ പ്രൈസ് എനിക്ക് കിട്ടി. അന്ന് ബനാറസ് ഹിന്ദി പഠിക്കാൻ പോയപ്പോൾ അവിടെ മലയാളി അസോസിയേഷൻ വളരെ സ്ട്രോങ് ആണ് യൂണിവേഴ്സിറ്റിയിനകത്ത്. അപ്പോൾ ഞാൻ വലിയ സന്തോഷമായിട്ട് അച്ഛനടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ പിന്നെ വല്ല മണ്ടന്മാരല്ലേ ഉള്ളൂ. എന്തോ ഒരു പ്രത്യേക ഇത് പറഞ്ഞല്ലോ, വാക്യം മറന്നു. അതായത് മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ്. അപ്പോൾ എൻ്റെ കഴിവുകൊണ്ടൊന്നുമില്ല, അവിടെ വേറെ കഴിവുള്ളവരില്ലാഞ്ഞിട്ടാണ് കിട്ടിയെന്നുള്ള ആ രീതിയിലാണ് കണ്ടിരുന്നത്. ഇതൊരു അപ്രൂവ് ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ല എന്നൊന്നും. പക്ഷേ മത്സാറെ ഒന്ന് ചിരണ്ടി നോക്കിയിരുന്നെങ്കിൽ ആ മനസ്സിലെ സ്നേഹം കാണാൻ കഴിയുമായിരുന്നു. എന്താ കാരണം വെച്ചാൽ, സാറ് നേരത്തെ പറഞ്ഞ പോലെ ആ തലമുറയിലെ എല്ലാ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു. അങ്ങനെ പെരുമാറാൻ പാടുള്ളൂ.